Here we discuss Cauchy's inequality. So if f of z, which is defined as summation over n, a n z to the power n, is analytic and bounded such that modulus f of z less than or equal to m on a circle of radius r about origin. So the equation of a circle of radius r about origin is mod z equal to r. So the maximum value of modulus of f of z can take on the circle is m. So modulus of f of z is less than or equal to m. Then by Cauchy's inequality, modulus a n r to the power n less than or equal to m. So this is Cauchy's inequality. So if f of z is equal to summation over n a n z to the power n, f of z is a series in z, power series in z, and bounded such that modulus f of z is less than or equal to m on a circle of radius r about origin. So this is the circle of radius r about the origin, and its equation is mod z equal to r. So then by Cauchy's inequality, mod a n r to the power n less than or equal to m. So this is Cauchy's inequality. So for a power series f of z, and if the maximum value of f of z, modulus of f of z is m, on a circle of radius r, then by Cauchy's inequality we have modulus a n r raised to n less than or equal to m. So now we are going to prove this. So we know that the equation of the circle centered at origin and radius r is given by mod z equal to r. The problems look at mod z equal to 3 എന്ന് പറയുന്നത് it's a circle having radius 3 and center 0. So mod z equal to r is a circle with radius r and center 0. So and we have defined m as the maximum value that the modulus of f of z can take on the circle mod z equal to r. അപ്പോൾ ഈ സർക്കിളിൽ f of z എടുക്കാൻ പറ്റുന്ന f of z ന്റെ മോഡുലസ് എടുക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് m ആണ്. സോ ഈക്വൽ ടു m അല്ല, മാക്സിമം വാല്യൂ ആണ്. സോ ഇറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m. സോ m is the maximum value of modulus of f of z on the circle mod z equal to r. അപ്പോൾ ഈ എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു പവർ സീരീസിന് സെറ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതായത് എഫ് ഓഫ് സെറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ എൻ ഗോസ് ഫ്രം 0 ടു ഇൻഫിനിറ്റി. സോ എന്നിന് 0 കൊടുക്കുമ്പോൾ a0 z ടു ദി പവർ 0. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് a0 ആണ്. എന്നിന് 1 കൊടുക്കുമ്പോൾ a1z a2z സ്ക്വയർ പ്ലസ് a3z ക്യൂബ് പ്ലസ് എക്സെട്ര. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് ഓഫ് സെറ്റ് അതിന് ടോട്ടൽ സം തന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് a0യും a1ഉം ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എഫ് ഓഫ് സെറ്റ് അറിയാമെങ്കിൽ നമുക്ക് അതിന്റെ കോൺസ്റ്റന്റ് ടേം a0 എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ a0 എന്ന് പറയുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 0 ചെയ്താൽ മതി. അതായത് എഫ് ഓഫ് സെറ്റ് അറ്റ് z equal to 0. അപ്പോൾ z equal to 0 കൊടുക്കുമ്പോൾ ഈ ടേംസ് എല്ലാം 0 ആയിട്ട് പോകും. വി ഗെറ്റ് a0. സോ വി ക്യാൻ റിട്രീവ് ദി കോൺസ്റ്റന്റ് ടേം ജസ്റ്റ് ആസ് എഫ് ഓഫ് 0. അതുപോലെ a1 കിട്ടണമെങ്കിൽ എഫ് ഓഫ് 0 കൊടുത്തു കഴിഞ്ഞാൽ a0 കിട്ടുന്നത്. അപ്പോൾ a1 കിട്ടണമെങ്കിൽ നമുക്ക് എഫ് ഓഫ് 0 കൊടുത്താൽ പോരാ. ഇതൊന്ന് a1 റിട്രീവ് ചെയ്യാൻ എന്ത് ചെയ്യും? അപ്പം അതിന് ഫസ്റ്റ് നമുക്ക് എഫ് ഡാഷ് ഓഫ് z കണ്ടുപിടിക്കണം. എഫ് ഡാഷ് ഓഫ് z വരുമ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് 0 ആയി, ഈക്വൽ ടു a1 പ്ലസ് 2a2z പ്ലസ് 3a3z സ്ക്വയർ പ്ലസ് എക്സെട്ര ആണ്. പിന്നെ നമുക്ക് ഇതിന്ന് a1 കണ്ടുപിടിക്കാം അല്ലെ. എഫ് ഡാഷ് ഓഫ് 0 ഇതിൽ z ന് 0 കൊടുക്കുമ്പോൾ
ഈ ടേംസിലെല്ലാം z വരും. അടുത്ത ടേം നിങ്ങൾക്കറിയാം 3a3 z സ്ക്വയർ പ്ലസ് എക്സെട്ര. അപ്പോൾ ബാക്കി എല്ലാ ടേമിലും z വരുമ്പോൾ f ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് a1 ആയിരിക്കും. അതായത് f ഡാഷ് ഓഫ് z at z ഈക്വൽ ടു 0. f ഡാഷ് ഓഫ് 0 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണണം, ദെൻ z ഈക്വൽ ടു 0. f ഓഫ് 0 കണ്ടിട്ട് ഡെറിവേറ്റീവ് അല്ല കേട്ടോ, അത് നിങ്ങൾ ഓർക്കുക. ഇങ്ങനെയുള്ള കേസസിലൊക്കെ നമ്മൾ ഫസ്റ്റ് ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ദെൻ പുട്ട് z ഈക്വൽ ടു 0. നേരിട്ട് f ഓഫ് 0യുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് 0 ആയിരിക്കും. f ഓഫ് 0 a0 ആണ്, അതിന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അങ്ങനെയല്ല, ഫൈൻഡ് f ഡാഷ് ഓഫ് z ദെൻ ഫൈൻഡ് f ഡാഷ് ഓഫ് z at z ഈക്വൽ ടു 0. ഇതുപോലെ നമുക്ക് a2 കണ്ടുപിടിക്കാം. a2 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. f ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് 2a2z ആണ്. അപ്പൊ ഇവിടെ ഒരു 2 എന്ന് പറയുന്ന ടേം ഉണ്ടാവും. 2a2 പ്ലസ് അടുത്ത ടേം 3a3z സ്ക്വയർ, അതിന്റെ ഡെറിവേറ്റീവ് 3 into 2, അതായത് 6a3z പ്ലസ് എക്സെട്ര. ഓക്കെ, അപ്പോ f ഡാഷ് ഓഫ് 0 എന്ന് പറയുമ്പോൾ f ഡബിൾ ഡാഷ് ഓഫ് 0 എന്ന് പറയുമ്പോൾ 2a2 ആണ്. a2 is 1/2 f ഡബിൾ ഡാഷ്. ഇവിടുത്തെ പോലെ നേരെ കണ്ടുപിടിച്ചാൽ പോരാ, 1/2 f ഡബിൾ ഡാഷ് ഓഫ് z at z ഈക്വൽ ടു 0. 1/2 f ഡബിൾ ഡാഷ് ഓഫ് 0 ആണ് a2. സിമിലർലി നമുക്ക് a3 കണ്ടുപിടിക്കാം. അപ്പൊ അടുത്ത ഡെറിവേറ്റീവിൽ വരുന്നത് f3 2a2, ഇതിന്റെ ഡെറിവേറ്റീവ് 0. 6a3z ന്റെ 6a3. അടുത്ത ടേം നേരത്തെ ഓൾറെഡി ഉണ്ടായിരുന്നത് 24a4z എന്നാണ് വരിക, പ്ലസ് എക്സെട്ര. അങ്ങനെ എല്ലാത്തിലും z ടേം ഉണ്ടാവും. f3 ഓഫ് 0 എന്ന് പറയുമ്പോൾ 6a3. a3 ഈക്വൽ ടു 1/6 f3 ഓഫ് z at z ഈക്വൽ ടു 0, അല്ലെങ്കിൽ f3 ഓഫ് 0 ആയിരിക്കും വരുന്നത്. അപ്പൊ a3 കൂടെ കണ്ടു കഴിഞ്ഞാലേ ഇതിന്റെ ബിഹേവിയർ നമുക്ക് പറയാൻ പറ്റൂ. 1/6 f3 ഓഫ് z at z ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് an ഇവിടുന്ന് കണ്ടുപിടിക്കാം. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ബൈ ഇൻഡക്ഷൻ നമുക്ക് an പറയാൻ പറ്റും. a2 ആകുമ്പോൾ 1/2 ആണ്, a3 ആകുമ്പോൾ 1/3 അല്ല. അപ്പൊ ഇവിടെ n ഫാക്ടോറിയൽ ആണ് വരുന്നത്. an ആകുമ്പോൾ 1/n, n അല്ല, n ഫാക്ടോറിയൽ fn ഓഫ് z at z ഈക്വൽ ടു 0, അല്ലെങ്കിൽ 1/n ഫാക്ടോറിയൽ fn ഓഫ് 0 എന്ന് പറയാം. സോ ദിസ് ഇസ് an. പക്ഷെ നമുക്ക് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല അറിയാം. fn, അതിന്റെ കോൺസിക്വൻസ് ആയിട്ട് fn ഓഫ് z0 എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ 2πi ഇന്റഗ്രൽ f ഓഫ് z dz ബൈ z മൈനസ് z0 ഹോൾ റേസ് ടു n+1. ഈ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് fn ഓഫ് 0 കണ്ടുപിടിക്കാം. fn ഓഫ് 0 എന്ന് പറഞ്ഞാൽ z0ക്ക് 0 കൊടുത്താൽ മതി. nth ഡെറിവേറ്റീവ് of the function at z equal to 0 equal to n factorial by 2πi integral f of z dz divided by z minus 0 whole raised to n+1. അതായത് n factorial by 2πi integral, closed integral, sorry, f of z by z raised to n+1. അപ്പൊ ഇവിടെ ഈ ക്ലോസ്ഡ് ഇന്റഗ്രൽ നമ്മൾ കാണുന്നത് സർക്കിൾ ഓഫ് റേഡിയസ് ആറിലാണ്. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ മോഡുലസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, മോഡുലസ് ഓഫ് fn ഓഫ് 0 എന്ന് പറയുന്നത് ഇതിന്റെ മോഡുലസ് ആയിരിക്കും. മോഡുലസ് n ഫാക്ടോറിയൽ ബൈ 2πi ക്ലോസ്ഡ് ഇന്റഗ്രൽ f of z dz by z raised to n+1. ഇതിന്റെ മോഡുലസ് ആണ്.
അപ്പോൾ n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണ്. അതിന്റെ മോഡുലസ് n ഫാക്ടോറിയൽ തന്നെ. 2πi 2πiന്റെ മോഡുലസ് 2π ആയിരിക്കും അല്ലേ? ഏതൊരു കോംപ്ലക്സ് നമ്പറിന്റെയും മോഡുലസ് കാണാൻ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതിന്റെ ജസ്റ്റ് ഐ സ്കിപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1/2πi ആണ് ഇവിടെ വരുന്നത്. 1/2πi. അപ്പൊ അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഐ ബിക്കം -i അല്ലേ? -1/2πi. z into z star by z star raised to half ആണ് മോഡുലസ് വരുന്നത്. അപ്പൊ ഇതിന്റെ raised to half. അപ്പൊ i സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആയിരിക്കും. -1ഉം -1ഉം ക്യാൻസൽ ചെയ്യും. 1/2πi ഹോൾ സ്ക്വയറിന്റെ റൂട്ട്, അതായത് 1/2π. അങ്ങനെ നേരിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അതാണ് ഇവിടെ ഇതിന്റെ മോഡുലസ് വരുന്നത്. ദെൻ f of z dz. ഇതവിടെ ക്ലോസ്ഡ് ഇന്റഗ്രൽ f of z ന്റെ മോഡുലസ് f of z dz ന്റെ മോഡുലസ് നമുക്ക് കണ്ടുപിടിക്കണം. മോഡുലസ് dz ഡിവൈഡഡ് ബൈ മോഡുലസ് z raised to n+1. അപ്പോൾ ഇവിടെ n ഫാക്ടോറിയൽ ബൈ 2π. ഇതിന്റെ വാല്യൂ നമുക്കറിയില്ല, പക്ഷെ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സർക്കിളിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഈക്വാലിറ്റി മാറ്റിയിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുത്തിട്ട് ഇവിടെ m കൊടുക്കാം. എന്നിട്ട് ഇന്റഗ്രൽ ഇവിടെ കൊടുക്കാം. മോഡുലസ് dz. മോഡുലസ് z ഈ സർക്കിളിനകത്ത് r ആണ്. സോ മോഡുലസ് z raised to n+1 എന്ന് പറയുന്നത് r raised to n+1 ആയിരിക്കും. r raised to n+1. ഇനി മോഡുലസ് dz കൂടെ കാണാനുള്ളൂ. dz നമുക്കറിയാം, z അറിയാം, r e to the power I theta ആണ്. മോഡ് z r ആണെന്നും അറിയാം അല്ലെ? അതായത് ഇതിന്റെ കോൺജുഗേറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യുക, റൂട്ട് എടുക്കുക, അങ്ങനെയാണ് നമ്മൾ മോഡുലസ് കാണുക. അതുപോലെ dz എന്ന് പറയുന്നത് ir, ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക, ir e to the power I theta d theta. dz ന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് i ഉള്ളത് -i ആക്കണം. -ir e to the power -i theta d theta. dz into dz star is equal to i square -1 ആണ്, -+ i r square e to the power I theta into e to the power -i theta 1i d theta സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ മോഡുലസ് dz എന്ന് പറയുന്നത് dz സ്റ്റാറിന്റെ റൂട്ടാണ്. സോ ദാറ്റ് ഇസ് r into d theta ആണ്. അപ്പൊ അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഗെറ്റ് മോഡുലസ് fn of 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ 2π m ക്ലോസ്ഡ് ഇന്റഗ്രൽ r d theta ബൈ r raised to n+1. അപ്പൊ ഇതിലെ n+1ലെ 1ഉം ഈ r ഉം ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ നമ്മൾ d തീറ്റയിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് r പുറത്തെടുക്കാം. സോ m ബൈ r raised to n ഉണ്ടാവുക ഇൻ ക്ലോസ്ഡ് ഇന്റഗ്രൽ d തീറ്റ. സർക്കിളിന്റെ കേസിൽ d തീറ്റയുടെ ലിമിറ്റ്സ് 0 to 2π ആണ്. സോ d തീറ്റ ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മോഡുലസ് fn of 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ 2π m ബൈ r raised to n. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2π എന്നാണ് കിട്ടുക. 2π - 0 തീറ്റയാണ്. സോ അപ്ലൈങ് ലിമിറ്റ് 2π - 0. 2πയും ക്യാൻസൽ ചെയ്ത് പോകും. മോഡുലസ് fn of 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ഫാക്ടോറിയൽ m ബൈ r raised to n. ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ട റിലേഷൻ nth ടേമിന്റെ an is equal to 1/n ഫാക്ടോറിയൽ fn of 0 ആണ്. ഇനി നമുക്ക് an മോഡുലസ് കാണണം. അപ്പൊ an മോഡുലസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മോഡുലസ് അപ്ലൈ ചെയ്യുക. മോഡുലസ് an is equal to 1/n ഫാക്ടോറിയൽ മോഡുലസ് fn of 0. ഈ മോഡുലസ് fn 0യുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇക്വാലിറ്റി മാറിയിട്ട് ഇനിക്വാലിറ്റി ആവും. n ഫാക്ടോറിയൽ നമുക്ക് കട്ട് ചെയ്യാം. സോ മോഡുലസ് an ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ബൈ r raised to n. സോ മോഡുലസ് an raised to n rn, ഈ rn ഇങ്ങോട്ട് എടുക്കാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു m. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ദി Cauchy's inequality. So we have proved Cauchy's inequality. Okay, thank you.